IPL തുടങ്ങാൻ സമയമായിരിക്കുന്നു. അധികം ദിവസങ്ങളില്ല IPL. നിങ്ങൾ ഏത് ടീമിനാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്തോളൂ. IPL ഇപ്പോൾ ഈ പ്രാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്ചേഴ്സാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്ചർ ഞാൻ പറഞ്ഞുതരാം. അത് CSK വേഴ്സസ് RR ആണ്. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. എല്ലാവരും ഉറ്റു നോക്കുന്നൊരു കളിയാണ്. അത് അവർ കൊണ്ടുപോയിട്ടത് ഇവരുടെ ആദ്യത്തെ കളിയായിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത്. അതും RRന്റെ മടയിൽ പോയിട്ടാണ് കളിക്കേണ്ടത്. ഒരു പ്രത്യേകത അതിലുണ്ട്, എല്ലാവർക്കും അറിയാം. ഒരു കളിക്കാർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് സ്വാപ്പ് നടന്നിട്ടുണ്ട്. ബിഗ് സ്വാപ്പ്, 18 കോടിയുടെ മാറ്റം. സഞ്ജു സാംസൺ ആൻഡ് രവീന്ദ്ര ജഡേജ. രവീന്ദ്ര ജഡേജ ആദ്യ സീസൺ കളിച്ചത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയായിരുന്നു. എന്നിട്ടാണ് രവീന്ദ്ര ജഡേജ അവിടെ കപ്പ് കൊടുത്തു. ഷെയ്ൻ വോണിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഫസ്റ്റത്തെ IPL കപ്പെടുത്തത്, CSK കീഴടക്കിയിട്ട്. അതിലങ്കായിരുന്നു ജഡേജ. പിന്നെ പതിയെ ചെന്നൈക്ക് മാറി, ചെന്നൈയുടെ അരുമപുത്രനായി ഇങ്ങനെ വന്ന് ഇപ്പോൾ തിരിച്ച് ഒരു വീട്ടിലേക്ക് തിരിച്ചു പോയൊരവസ്ഥയാണ് ജഡേജക്കുള്ളത്. അത് മനസ്സോടെ പോയതാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ പോകേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അങ്ങനെ തിരിച്ചു പോയി. തിരിച്ച് രാജസ്ഥാൻ റോയൽസിനെ ഫൈനൽസ് വരെ എത്തിച്ച, ഫൈനൽസ് അല്ലട്ട, അവർ കപ്പെടുത്തുന്നുണ്ട് ഓൾറെഡി. സമീപകാലത്ത് അവരെ ഫൈനൽസ് വരെ എത്തിച്ച ക്യാപ്റ്റൻ കൂടിയായിരുന്ന സഞ്ജു വി സാംസൺ തിരിച്ച് CSKയിലേക്ക് വന്നു. വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. ആ മാറ്റം വിപണിയിൽ മാത്രമല്ല, ആരാധക കൂട്ടായ്മയിൽ കൂടി ഉണ്ടായിട്ടുണ്ട്. വൻ ഇടിവാണ്, ആരാധക ഇടിവായിരിക്കും രാജസ്ഥാൻ സംഭവിച്ചിട്ടുണ്ടാവുക. അതിനേക്കാൾ വൻ ആരാധക പിന്തുണയായിരിക്കും CSKക്ക് വന്നിട്ടുണ്ടാവുക. ചെന്നൈയുടെ അയൽക്കാരനായ കേരളത്തിലെ മകനാണ്, ചേട്ടനാണല്ലോ സഞ്ജു. അത് കാരണം കൊണ്ട് കേരളക്കാരെ മൊത്തം എന്ന് ഞാൻ പറയില്ല, ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നതാണ്. കേരളത്തിൽ മൊത്തം എന്ന് പറയില്ല, പക്ഷേ രാജസ്ഥാന് വേണ്ടി സഞ്ജു അവിടെ ഉണ്ടായിരുന്നപ്പോൾ സഞ്ജുവിനെ രാജസ്ഥാന് വേണ്ടിയിട്ട് നിന്നിരുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മൊത്തം നേരെ CSKക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഫാൻ ബേസ് CSKക്ക് കൂടിയിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ടായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ സഞ്ജുവിന് എനിക്ക് ഇഷ്ടമുണ്ട്. വേൾഡ് കപ്പിൽ മിനിമം പെർഫോമൻസ് കളിച്ച് മാൻ ഓഫ് ദ ടൂർണമെൻ്റ് ഒക്കെ ആയി സഞ്ജു ഇരിക്കുമ്പോഴും എൻ്റെ ടീം മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. അത് കുറച്ച് നാളായിട്ട് ഞാൻ മുംബൈ ഇന്ത്യൻസിനെ ഫോളോ ചെയ്യുന്നത്. അത് സഞ്ജുവിനോട് ഇഷ്ടമുണ്ട്, സഞ്ജുവിൻ്റെ കളി കാണും. പക്ഷേ മുംബൈ ഇന്ത്യൻസിനാണ് ഞാൻ ഇപ്രാവശ്യം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മുംബൈ കപ്പ് എടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാളി എന്ന നിലയിൽ സഞ്ജു നല്ല പ്രകടനം കാഴ്ചവെക്കണം, CSK കപ്പെടുക്കണം എന്നുള്ള ലെവലിലൊക്കെ ഒരാഗ്രഹം വേറെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത് മുംബൈ ഇന്ത്യൻസിനാണ്. സഞ്ജുവോട് നല്ല കളി കളിക്കട്ടെ, ഉന്നതിയിലെത്തട്ടെ എന്ന ആഗ്രഹം എനിക്കുണ്ട്. മുംബൈ ഇന്ത്യൻസ് ശക്തമായ ടീം തന്നെയാണ് ഇപ്പോഴും. രോഹിത് ശർമ്മ, ഡീകോക്കിനെ അവർ തിരികെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യകുമാർ യാദവ് ഫോം വീണ്ടെടുക്കാനുള്ള അവസരമാണ്. ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ, ശക്തനായ ഒരു ഓൾറൗണ്ടറാണ്. അങ്ങനെ ഇമാതിരി ടീമിനാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ഡിഫൻഡിങ് ചാമ്പ്യൻസ് നമ്മുടെ കിങ് കോഹ്ലിയുടെ നമ്മുടെ RCB ഇറങ്ങുന്നുണ്ട്. 18 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ അവർ കപ്പടിച്ചാണ്. ആ കപ്പ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിറങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെ തന്ത്രങ്ങളാണ് അവരുടെ മടയിൽ നടക്കുന്നതെന്ന് നമുക്ക് കളി തുടങ്ങുമ്പോൾ നമുക്ക് കാണാം. KKR അവരും ശക്തമായി തിരിച്ചു വരുന്നുണ്ട്. പഞ്ചാബ് ഉണ്ട്. പിന്നെ സൺറൈസേഴ്സ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരുടെ ഒരു ഒന്ന് രണ്ട് പേര് നേരെ തന്നെ അതിലുണ്ട്. ഇഷാൻ കിഷാൻ, അഭിഷേക് ശർമ്മ, അവരും കിഡ്ലനാണ്. ശക്തമായ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അവർക്കും ഉണ്ടാവും. കാരണം ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയാണ് ഓപ്പണിങ്ങിനുള്ളത്. കിഡ്ലൻ ഓപ്പണിംഗ് തന്നെയാവും അവർക്ക് കിട്ടുക. പിന്നെ പഞ്ചാബ് ഉണ്ട്, ഡൽഹി ഉണ്ട്. അങ്ങനെ കിഡ്ലൻ മാച്ചുകൾ തന്നെയാണ് ഇതിൽ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. എന്തായാലും ഇടിവെട്ട് മത്സരങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നനഞ്ഞ പടക്കമാവാതെ എല്ലാവരും അതിൻ്റേതായ ഊർജ്ജത്തിൽ തന്നെ കളിക്കട്ടെ. സഞ്ജു പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ തുടർന്ന് അതേ ഫോം തന്നെ CSKയിലും തുടർന്ന് വരട്ടെ.